ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എന്നോട് ചോദിക്കായിരുന്നു, പണ്ടത്തെ യാത്രകൾ പോലെ നീ അങ്ങ് പൊയ്ക്കളയോന്ന്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. നീ പണ്ടത്തെ പോലെയല്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോ ഞങ്ങൾ അവിടുന്ന് കാശ്മീരിലേക്കോ ഷിംലയിലേക്കോ പോയെന്നിരിക്കും. അതിനിടയില് ഇയാളുടെ പാസ്പോർട്ടും മറ്റും റെഡിയായി കിട്ടിയാ ഞങ്ങൾ ചിലപ്പോ അതുവഴി വിദേശത്തേക്കും. ഓ, അപ്പോ ഇനി വരുണും രാധികയും കണിമംഗലത്തേക്കില്ല അല്ലേ? ഓ, ഏട്ടത്തിയുടെ ആഗ്രഹം കേട്ടോടാ. അല്ല കൽപ്പന, ഇവരിവിടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടോ നിനക്ക്? എന്റെ പൊന്നു മുത്തശ്ശി, ഒരു കാര്യം ചെയ്യ്. ഒരു പ്ലാസ്റ്റർ വാങ്ങിച്ച് രാവിലെ തന്നെ എന്റെ വായിൽ ഒട്ടിച്ചതാ. അപ്പൊ പിന്നെ ഞാൻ മിണ്ടില്ലല്ലോ. നല്ലതും പറയാൻ പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല. പോട്ടെ മോളെ. സൂര്യ, നമുക്ക് ഇതുപോലെ ഒരു ലോങ് ടൂർ പോകണം കേട്ടോ. ദേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഏട്ടത്തി ഇതിന് മത്സരിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ല, ഒരുപാട് ദിവസം നിൽക്കുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം ഞാൻ ജനിച്ചു വളർന്ന ആറ്റുശ്ശേരിയും ദാ ഇപ്പൊ ഈ നിൽക്കുന്ന കണിമംഗലം. എനിക്കത് വിട്ട് എങ്ങോട്ടും പോണ്ട. എങ്കിൽ പിന്നെ നിങ്ങൾ ഇറങ്ങാൻ നോക്കോ. മുത്തശ്ശി പോയിട്ട് വരട്ടെ. പൊയ്ക്കോ. സന്തോഷം കിട്ടുന്ന എല്ലാ കാഴ്ചയും കാണണം. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം. മുത്തശ്ശി കാത്തിരിക്കാം. അച്ഛാ, ഞങ്ങൾ ഇറങ്ങാം. കമ്പനിയിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടെങ്കിൽ അച്ഛനൊന്ന് വിളിച്ചാൽ മതി. എന്തായാലും ഇതൊരു പുതുമയായി. മുമ്പൊക്കെ കമ്പനി കാര്യങ്ങൾ പറയാൻ വിളിച്ചാൽ കമ്പനി എന്ന് തികച്ചു പറയുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്യും. രാധിക മോളെ, നീ ഇവനെ മാറ്റിയെടുത്തു കളഞ്ഞല്ലോ. ശരി അമ്മ. സന്തോഷമായിട്ട് പോയിട്ട് വാ മക്കളെ. രാധികെ, യാത്രയുടെ കാര്യം ഫിദാ മേഡത്തോട് പറഞ്ഞോ? അമ്മയോട് പറയാതെ അയക്കൊരു യാത്ര ഉണ്ടോ ഏട്ടാ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ അമ്മയ്ക്ക് പിണക്കം മാത്രമല്ല, കണ്ണീരൊഴിഞ്ഞിട്ട് നേരവും ഉണ്ടാവില്ല. രസം എന്താണെന്നറിയോ? പിതാമയുടെ ഇപ്പൊ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരിക്കും.